പിന്നെ അതിന്റെ കൂടെ തന്നെ അതായത് നമ്മുടെ ഉലക നായകൻ കമലഹാസൻ സാറിന്റെ കൂടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു. അദ്ദേഹത്തിന് നായികയുമായിട്ടും അഭിനയിച്ചു അല്ലേ ഒരു സിനിമയിൽ. സോ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്ന് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കമലഹാസൻ അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നായകനായിട്ടൊക്കെ. അതെ, ശ്രീദേവി, അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പം സെറ്റിലൊക്കെ ഭയങ്കര ജോളിയാണ്. കമലഹാസൻ ഭയങ്കര ജോളിയാണ്. നമ്മുടെ അടുക്കലൊക്കെ വന്നിരുന്നിട്ട് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ വെച്ചിങ്ങനെ നമ്മളെ പ്രൊഡ്യൂസറെ പറ്റിയൊക്കെ പറയും. ഒന്ന് പറയും എങ്ങനെയുണ്ട്, എങ്ങനെ ഇദ്ദേഹം നമുക്ക് പൈസ ഒക്കെ തരുമോ, ശമ്പളം തരുമോ? അപ്പം നമ്മൾ പറയുമല്ലോ സൂക്ഷിച്ചോടെ, അതൊക്കെ അതെ. അങ്ങനെ എപ്പോഴും ഞങ്ങൾ തമ്മിൽ എപ്പോഴും വെച്ചാൽ നന്നായിട്ട് പാടും. അദ്ദേഹം ശ്രീവിദ്യയും നമ്മളൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ അദ്ദേഹം പല പാട്ടുകൾ പാടും, ഞാനും പല പാട്ടുകൾ പാടും. അങ്ങനെ ഞാൻ 5 സിനിമയെ മറ്റും അഭിനയിച്ചു. അതിൽ ഒരെണ്ണത്തിലാണ് മറ്റേ രജനീകാന്ത് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കും. ഒറ്റ സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. അത് വന്നിട്ട് അലാവുദ്ദീനും അത്ഭുത വിളക്ക്, അതിൽ അഭിനയിച്ചു. അങ്ങനെ 5 സിനിമകൾ. അപ്പം ഈ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന് മലയാളത്തിൻ്റെ അതിന് വേണ്ടി ജയസൂര്യയായിട്ട് എന്തോ ഒരു മദ്രാസിൽ ഷൂട്ടുണ്ടായിരുന്നു കമല. അപ്പോൾ കമലഹാസൻ ചോദിച്ചു ഞാൻ എങ്ങനെ ഇരിക്കുന്നു, അവരിപ്പോഴും പാടുന്നുണ്ടോ? അപ്പൊ അന്ന് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദക്ഷിണമൂർത്തി സാറിനോട് അപ്പൊ അങ്ങനെ പാടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പിന്നെ ജയസൂര്യയോട് ഞാൻ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ജയൻ എനിക്ക് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു ചേച്ചി ഇതുപോലെ കമലഹാസൻ സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു പോടാ. അതെ, കമലഹാസൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവ മിമിക്രി അതല്ല അല്ലാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഹലോ സൗഖ്യമാ ഇവൻ തന്നെ അല്ലേ? അപ്പൊ ഞാൻ ചീത്ത വിളിക്കുക. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലൂ തന്നെ. അന്ന് നടന്ന എന്തെങ്കിലും സംഭവം. അപ്പൊ ഇങ്ങനെ അന്ന് നടന്ന ഒരു സംഭവം ഇങ്ങനെ ഞാൻ വന്ന് ടേപ്പ് റെക്കോർഡിൽ എടുത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ശരിയാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ വളരെ സന്തോഷം കേട്ടോ, കണ്ടോ ഞാനിപ്പോഴും മറന്നിട്ടില്ല, നിങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്നാണ് ഇപ്പം ഇവിടെ ട്രിവാൻഡ്രത്തോ എപ്പോഴെങ്കിലും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ കാണണം. അപ്പൊ പറഞ്ഞു ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ മൂന്നാറിൽ ഞാൻ പോയി കണ്ടു. അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു.